പാട്ടിലെ മൈന ഈ കണ്ണീർ പന്തലിനുള്ളിൽ എന്നെ കണ്ടാലോ കൂടെ വന്നാലോ പൊന്നിൻ സൂചിയാണെന്നാലും കണ്ണിൽ കൊണ്ടാൽ മുറിഞ്ഞു പോവും പൊന്നിപ്പെണ്ണെ മനത്തിങ്കൾ പറ്റി അപ്പോൾ വില്ലൻ കഥാപാത്രങ്ങളൊക്കെ അഭിനയിച്ചു. പക്ഷേ നമുക്കിനി കാവാലം ചുണ്ടെന്നൊരു സിനിമയുണ്ട്. കാവാലം ചുണ്ടനിൽ മൂത്താശ്ശേരി എസ് പി പിള്ളയാണ്. എസ് പി പിള്ളയുടെ മരുമകനായിട്ടാണ്. അപ്പോൾ ഈ വള്ളംകളിയുടെ ഈ വള്ളത്തിൻ്റെ പണിയുടെ രഹസ്യങ്ങൾ അടൂർ ബാസി വേറൊരാൾക്ക് ചോർത്തി കൊടുത്തിട്ട് ഇവരെ വള്ളത്തെ തോൽപ്പിക്കുന്നൊരു കഥയുണ്ട്. അവസാനം ഈ മൂത്താശ്ശേരി എസ് പി പിള്ള ഇത് അറിയും. അദ്ദേഹത്തിൻ്റെ മരുമകനായ അടൂർ ബാസിയാണ് ചോർത്തി കൊടുത്തതെന്ന് അറിഞ്ഞ് വരിഞ്ഞു കെട്ടി കൊല്ലുന്നൊരു സീനുണ്ട്. അതും ഭയങ്കരമായിട്ട് അടൂർ ബാസി അവതരിപ്പിച്ച് പേരെടുത്ത കഥാപാത്രമാണ്. പിന്നെ കാർത്തിക ഒരു സിനിമയുണ്ട് കാർത്തികയിൽ. അത് കുട്ടനാട്ട് മുട്ട വിൽക്കുന്നൊരു കാളായിട്ടാണ്. വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ നിന്ന് മുട്ട കട്ടെടുക്കുന്നതൊക്കെ കഥാപാത്രം രസകരമായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. കിട്ടാനുള്ള കാശെല്ലാം കൂടെ വാങ്ങിച്ച് ഒരു പഴയ കടം വീട്ടാന്ന് വെച്ചാൽ ഞാൻ ഇതെല്ലാം കൂടെ സർക്കസുകാരി സംഘടിച്ചു വെച്ചിരുന്നു. ഇപ്പൊ എന്ത് പറ്റി? പഴയ കടം അതേ നിലയിൽ തന്നെ നിൽക്കുകയും ചെയ്യുന്നു, പുതിയ കടം ഒന്ന് തലയ്ക്ക് കയറിയുന്നു. അയ്യോ, എന്റെ കാര്യത്തിൽ വിഷമിക്കണ്ട, സൂക്ഷിക്കേണ്ട ഞാനായിരുന്നു. അവരിങ്ങനെ കൊടുത്തും മേടിച്ചും നാട് ഒരുപോലെ ചുറ്റിക്കറങ്ങി നടക്കുന്നവരല്ലേ. അതെന്റെ ഒരു ജന്മവാസനയാ കുട്ടപ്പാ. കുട്ടയല്ലേ, എനിക്ക് നടക്കാനൊക്കെ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ സിനിമയിൽ കോമഡി കഥാപാത്രങ്ങൾ അദ്ദേഹം തന്നെ പല ഗ്രാമീണ കഥാപാത്രങ്ങളെ അദ്ദേഹം നേരിട്ട് കൊണ്ടുവന്ന് സിനിമയിൽ അവതരിപ്പിച്ച് എടുത്ത കഥാസന്ദർഭങ്ങൾ. പിന്നെ നസീർ അടൂർ ബാസി ഒരു ഭയങ്കര കൂട്ടുകെട്ടായിരുന്നു. കാര്യം അക്കാലത്ത് ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ച നസീർ സാറാണെങ്കിൽ അതിനോടൊപ്പം തന്നെ അഭിനയിച്ചത് അടൂർ ബാസിയായിരുന്നു. കാര്യം ഇവർ തമ്മിൽ നല്ല സൗഹൃദ ബന്ധമായിരുന്നു. സൗഹൃദ ബന്ധം വെച്ചാൽ പ്രേം നസീർ എന്ന നായക നടനോടൊപ്പം നിൽക്കുന്ന ക്യാരക്ടറായിരിക്കും അടൂർ ബാസിയെ കൊണ്ട് തിരക്കഥാകൃത്ത് എഴുതി ചേർക്കുന്നത്. അപ്പോൾ ഇവരെ രണ്ടുപേരെയും കാഴ്ചീറ്റ് ആദ്യം നസീറിൻ്റെ കാഴ്ചീറ്റ് മേടിക്കുമ്പോൾ ബാസിയുടെയും കൂടെ ചേർത്ത് മേടിക്കും. ബാസിയുടെ മേടിക്കുമ്പോൾ നസീറിനെയും കൂടെ ചേർത്ത് ഇത് തമ്മിൽ ഇവർ അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ നസീർ ബാസി കൂട്ടുകെട്ടും ഒരു ഭയങ്കര ഹിറ്റായിരുന്നു. ഹരിഹരൻ്റെ പടമാണെങ്കിലും ശശികുമാറിൻ്റെ പടമാണെങ്കിൽ പോലും കൃഷ്ണൻ നായർ സാറിൻ്റെ പടമാണെങ്കിൽ പോലും എല്ലാം നായകനോടൊപ്പം ചേർന്ന് നിൽക്കുന്നു. ചില സിനിമകളിൽ നായകനെ കടത്തി വെട്ടുന്ന ചില ക്യാരക്ടേഴ്സ് ഉണ്ട്. കണ്ണപ്പനുണ്ണിയിലും സംഭവാമി യുഗയിലും ഒക്കെ നസീറിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന റോളായിരുന്നു അടൂർ ബാസിക്ക്. പെണ്ണുങ്ങളെ, നിങ്ങളുടെ ഈ കുന്തം ഒന്ന് അകത്താവും. എന്തിനാ? പൊന്നേം കൂടെ പറയാനുള്ള കാര്യം ഇവരോട് പറയാനോ? ഷേടാ, ഇതെന്താ ആനയും പേടിക്കണോ, ആന പിണ്ടത്തെയും പേടിക്കണോ? അപ്പോഴേ ഇങ്ങനെ കളിച്ചോണ്ടിരുന്നാലേ, അല്ല കുളിച്ചോണ്ടിരുന്നാലേ വീട്ടിലെത്തണ്ടേ? ഏത് വീട്? ഈ താമരക്കുളം. അവസാനത്തെ ആഗ്രഹമല്ലേ? അനുവദിക്കും. ഇല്ല, ഞാൻ അനുവദിക്കില്ല. ജീവൻ രക്ഷിച്ചെന്നോ, കൊടവട തന്നെന്നോ, ഗുരുവാണെന്നോ. അതെ, പൊന്നിൻ കട്ടയാണെന്നാലും കണ്ണിൽ കൊണ്ടാൽ മുറിഞ്ഞു എന്നൊരു കുതിരപ്പുറത്തുന്ന പാട്ട് സീനുണ്ട്. അതിൽ രണ്ടുപേരും ഭയങ്കരമായിട്ട് മത്സരിച്ച് അഭിനയിച്ചേക്കുന്ന ഒരു പദമാണ്. പൊന്നിൻ സൂചിയാണെന്നാലും കണ്ണിൽ കൊണ്ടാൽ മുറിഞ്ഞു പോവും, ഉരുളും കരളും കവർന്നെടുത്തു കൊല്ലിച്ചേക്കല്ലേ. മധുരം മലയാളം പ്രദേശ് ചാനല് നിങ്ങൾ കുറേ നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഞാൻ അവതരിപ്പിക്കുന്ന സെല്ലിലോയിഡ് കണ്ട് നിങ്ങൾ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തന്ന് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളൊരു പുതിയ പാത വെട്ടിത്തുറക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. കാര്യം ഇത് കേരളത്തിലെ ഏറ്റവും നല്ല ഒരു കോമഡി കലാകാരനായ സജി മുഖത്തിൽ ചെയ്യുന്നൊരു പുതിയ വെബ് സീരീസ്
ഞങ്ങൾ അടുത്ത എപ്പിസോഡ് മുതൽ അവതരിപ്പിക്കുകയാണ്. സെല്ലുലോയിഡിന് പുറമെയാണ് ഈ കോമഡി വെബ് സീരീസ്. അത് സജീവ് മുഖത്തലയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ചേർന്ന് അവതരിപ്പിക്കുന്ന ഈ കോമഡി സീരീസ് ആനുകാലിക പ്രശ്നങ്ങളും നമ്മുടെ ചുറ്റും നടക്കുന്ന പല കഥാപാത്രങ്ങളുടെ ഒരു കാരിക്കേച്ചർ തന്നെയായിരിക്കും. അത് കണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുകൂടാതെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഉണ്ടാവണം. എന്നും മധുരം മലയാളത്തിൻ്റെ കൂടെ നിൽക്കുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും എൻ്റെ ആശംസകളും നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഹലോ, നമസ്കാരം. ഞാൻ സജീവ് മുഖത്തലയാണ്. മധുരം മലയാളം ബ്രദേഴ്സ് എന്ന യൂട്യൂബ് ചാനലിൽ ഒരു പുതിയ കോമഡി പ്രോഗ്രാം തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇതിലെ രചനയും സംവിധാനവും ഒക്കെ ഞാനാണ് ചെയ്തിരിക്കുന്നത്. കൊച്ചു കൊച്ചു ചെറിയ തമാശകളും എന്നാൽ നിങ്ങൾ അറിയപ്പെടുന്ന ഒട്ടനവധി വലിയ വലിയ കലാകാരന്മാരെ അണിനിർത്തിക്കൊണ്ടാണ് ഈ പ്രോഗ്രാം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഏതായാലും നിങ്ങളിത് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, അല്ലെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, മറന്നു പോകരുത്. അപ്പോൾ ഓക്കെ, നിങ്ങൾ അഭിപ്രായം നിർദ്ദേശവും പ്രത്യേകം അറിയിക്കണം. ഓക്കെ, ബൈ ബൈ. അങ്ങനെ എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുന്ന ഒരു പ്രകൃതക്കാരൻ നസീറും അടൂർ ബാസിയും അങ്ങനെ. പക്ഷേ ഇനി ഇവരെ രീതികൾ വ്യത്യാസം. നസീർ സാർ വളരെ ആഹാരകാര്യത്തിലും എക്സസൈസും ഒക്കെ ചെയ്യുകയാണെങ്കിലും ബാസി ഇതൊന്നും ശ്രദ്ധിക്കത്തുമില്ല. എല്ലാ കാര്യങ്ങളും നേരെ കോൺട്രാസ്റ്റ് ആയിരുന്നു. അതാണ് ഒരാൾ 60 വയസ്സിലും അടൂർ ബാസി, നസീർ സാർ മരിക്കുന്നു, അതിൻ്റെ തൊട്ടടുത്ത വർഷം അടൂർ ബാസി മരിക്കുവാണ്. ആത്മാക്കൾ തമ്മിലുള്ള ചേർച്ചയായിരിക്കാം. ഒരു വർഷത്തിൻ്റെ കാലം രണ്ടുപേരും മരിച്ചു വരും. മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന 2 ദ്വയങ്ങളായിരുന്നു പ്രേം നസീർ, അടൂർ ബാസി. അന്നത്തെ കാലത്ത് കൊമേഴ്ഷ്യൽ സിനിമയിലെ ഒരു ചേരുവകളായിരുന്നു നസീർ ബാസി. അത് നമ്മൾ എത്രയോ സിനിമകൾ നമ്മൾ കണ്ടു, അതെല്ലാം നമുക്ക് കാണാം. CID സിനിമകളിലൊക്കെ പ്രേം നസീറിൻ്റെ അസിസ്റ്റൻ്റ് ആയിരിക്കും അടൂർ ബാസി. ആ തന്ത്രങ്ങളും ഇനി ലങ്കാദഹനത്ത് അതേ ഡബിൾ റോളാണ്. ഒന്ന് ജോസ് പാസിൻ്റെ സെറ്റിലെ വില്ലൻ കഥാപാത്രവും ഒന്ന് ഇവിടുത്തെ ഒരു പോലീസ് കഥാപാത്രം. രണ്ടിനെയും നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. കണ്ടോ അവന്റെ ഒരു ധിക്കാരം. എടാ, കഠാര എത്രയുണ്ട്? ഇല്ല. എഴുതിയാട്ടങ്ങനെ ഇല്ല. ഈ മഹാഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവും. അതാണ് പഞ്ചവടിയുടെ മഹാത്മ്യം. ഇരിക്കണം. ഏയ്, അത് പാടില്ലെന്നേ. ആ കസരോട് കയറിയിരുന്നോളൂ. അങ്ങില്ല. അങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്ന നമ്മൾ രണ്ടുപേരും ചെയ്യില്ലാവും. ഒരു കാര്യം ചെയ്യാം, ഈ ശവം നമുക്ക് രണ്ടുപേർക്കും കൂടെ കെട്ടിത്തൂക്കാം. എന്നിട്ട് രാവിലെ വയറ്റുവേദന സഹിക്കാൻ വയ്യാതിട്ട് ഇയാള് കെട്ടിത്തൂങ്ങി ചത്തതാണെന്ന് പറഞ്ഞ് അങ്ങനെ റിപ്പോർട്ട് എഴുതിയേറ്റ മഹാഭാവി. இந்த ஏமாந்து ஊதுக்கு புத்திச்சா அருவி கோன் ஏத்துள்ளு அஞ்சு மரதாயி 5 ரூபாய்க்கு ஒரு முச்சமா போங்க மச்சான். 5 ரூபாய் காசு கிடைக்கலையா மச்சான்? நமக்கு போய் ஜமாயிக்கலாம் மச்சான். പിന്നെ രാവണിന്റെ ശബ്ദം എന്നുവെച്ചാല് രാവണിന് വേണ്ടി ഈ മൈക്കിൽ സംസാരിച്ചു കൊണ്ടിരുന്നത് ഞാനാണ്. അതുപോലെ തിരുവാഭരണം എന്ന സിനിമയിലും അദ്ദേഹത്തിന് ഒരു വ്യത്യസ്ത. ശശികുമാർ സാറ്, ശങ്കരാടി, അടൂർ ബാസി, ബെഹദൂർ ഇവർക്ക് സീരിയസ് റോളുകളും നൽകും, കോമഡി വേഷം നൽകും. അത് ശശികുമാർ സാറിന് ഇവരോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം. അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ പഞ്ചാമൃത സിനിമയിൽ ഇവർ 3 പേരാണ് നായകൻ. അടൂർ ബാസി, ശങ്കരാടി, ബെഹദൂർ. പ്രേം നസീർ, ഉമ്മറും ഒക്കെ ചെറിയ റോളുകൾ വരുന്നുള്ളൂ. അങ്ങനെ സിനിമകളിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇവരെ കേന്ദ്ര കഥാപാത്രമാക്കി ഒരു കഥാപാത്രം. അന്നത്തെ അടൂർ ബാസിയുടെ ഒരു പാട്ടുണ്ട്, ഈ ജീവിതമിനിക്കെന്തിനു തന്നു അണ്ടിവടി പോനെ. അങ്ങനെ സിനിമയുടെ വ്യത്യസ്തങ്ങളായ മുഖങ്ങൾ നമുക്ക് കാഴ്ചയുള്ള നടൻ അടൂർ ബാസി. അല്ല, എന്റെ ഗവനം എപ്പോഴും അത് ലീലേക്കാണ്. അത് അന്വേഷണത്തിനിടയിൽ കണ്ടുകിട്ടിയ ഒരു ഏണിയല്ലേ, അത്യാവശ്യത്തിന് ചവിട്ടിക്കാണ്. ഏതായാലും നമുക്ക് കൊട്ടാരത്തിലേക്ക് പോകാം. ഇങ്ങനെ ഉറക്കം പിടിച്ചാല് ഉറക്കം അടിച്ചോണ്ടല്ലോ നീ ഉറക്കം എഴുന്നേറ്റ് വന്നത്. ഇവ നമുക്ക് ആ അമ്പലത്തിന്റെ അവിടെ ഇരുന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. അയ്യോ, ഈ ബഹളത്തിനിടയിൽ നമ്മുടെ കറുത്ത കണ്ണട താടിക്കാരൻ ഇവിടുന്ന് തടിതപ്പി നേരെ രഹസ്യം അറിയിച്ചെന്ന് ഈ രാജാവിന്റെ ചട്ടക്കൂട്ടിനകത്ത് കടന്നുകൂടാൻ ശ്രമിക്കുകയായിരുന്നു. ഞാനത് കണ്ടു. ഒറ്റ ഇടികൊടുത്തവനെ താഴെ ഇട്ടു. അദ്ദേഹം നമ്മുടെ അവസാന കാലഘട്ടത്തിൽ ഭൂമിയിലെ രാജാക്കന്മാർ സിനിമയാണ്, മോഹൻലാലിനോട് തമ്മിൽ സിനിമയാണ്. അത് അദ്ദേഹത്തിന് വളരെയധികം പേര് നേടിയെടുക്കുന്ന സിനിമയാണ്. പിന്നീട് അദ്ദേഹത്തിന് വളരെയധികം പേര് നേടിക്കൊടുത്ത ഒരു കഥാപാത്രമാണ് ബാലേന്ദ്ര മേനോൻ്റെ ഏപ്രിൽ 12 അഴിമതി നാറാവിള്ള.
അദ്ദേഹം ഒരു കോൺട്രാക്ടറാണ്, അഴിമതിയൊക്കെ കാണിച്ച്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകളെ ഒരു സാധാരണ പോലീസ് ഉദ്യോഗസ്ഥന് പ്രേമിക്കാം. അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു പ്രണയബന്ധമായിരുന്നു. പക്ഷേ മകളോടുള്ള ഇഷ്ടം, മരുമകനുള്ള ദേഷ്യം, ഇത് തമ്മിലുള്ള ഈഗോ ക്ലാഷ് വർക്ക് ചെയ്യുന്ന അതീവ രസകരമായി ബാലേന്ദ്ര മേനോൻ സാർ ആ രംഗത്ത് അടൂർ ബാസി അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇടക്കാലത്ത് കിട്ടിയ ഏറ്റവും നല്ല കഥാപാത്രമായിരുന്നു ഏപ്രിൽ 18 അഴിമതി നാറാവിള്ള. അത് മേനോൻ സാർ ഇതിൽ കളിയാക്കിയൊരു പാട്ടുമുണ്ട്. അങ്ങനെ അടൂർ ബാസിയുടെ ക്രോധവും വൈഷമ്യവും നിസ്സഹായത എല്ലാം പ്രകടിപ്പിക്കുന്നൊരു അഴിമതി നാറാവിള്ള ആ ഏപ്രിൽ 18 കഥാപാത്രവും ഭൂമിയിലെ രാജാക്കന്മാരിലെ തമ്പുരാനും ഒക്കെ മലയാള സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഒരു രണ്ടാം കാലഘട്ടത്തിൽ വന്ന ഒരു സിനിമയായിരുന്നു. എല്ലാം എന്റെ തെറ്റാ, ഞാനൊന്ന് വഴങ്ങിയതുകൊണ്ടാ മോളുടെ ഭർത്താവായി പോയില്ലേ. നീ പേടിക്കൊന്നും വേണ്ട മോളെ, ഞാൻ അയാൾക്കെതിരായിട്ടൊന്നും ചെയ്യാൻ പോകുന്നില്ല. എന്തൊക്കെയായാലും എനിക്ക് എന്റെ മോൾക്കപ്പുറം ചിന്തിക്കാൻ പറ്റുമോ? അച്ഛൻ ഊണ് കഴിക്കാം. വേണ്ട മോളെ, ഉള്ളിൽ നിലയ്ക്കൊരു അന്തസ് വേണ്ടേ. എനിക്കിത്തിരി ചോറ് എന്റെ മോളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് ഈ ഇൻസ്പെക്ടർ അദ്ദേഹം വരുന്നവരെ കാത്തിരിക്കാൻ പറ്റില്ല. മനസാക്ഷിക്ക് നിരക്കാത്ത പണി ചെയ്തത്. പകൽ എനിക്ക് വേണ്ടി വാദിക്കുകയും രാത്രി പോയി. ഇനി നിങ്ങൾ പറയാൻ പോകുന്ന അസഭ്യമാണെന്ന് എനിക്കറിയാം. കോടതിയിൽ നിങ്ങൾക്ക് അനുകൂലമായി വാദിക്കുന്നതിനാണ് നിങ്ങൾ എനിക്ക് കാശ് തരുന്നത്. പിന്നെ ഗുരുവായൂർ കേശവനിലെ ഭരതൻ ചെയ്ത ഗുരുവായൂർ കേശവൻ, അതായത് ആന പാപ്പാനാണ്. അതിൽ മതപ്പൊട്ടി ഇളകി പാപ്പാനെ കൊല്ലാൻ ഒരുങ്ങുന്ന, എടാ ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ലടാ എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ആ ക്ലോസ് ഷോട്ടിൽ അന്നും കാണികൾ മറക്കാൻ പറ്റാത്ത ഒരു ഒരു ആനയോടല്ല മകനോട് പറയുന്ന രീതിയിലാണ് അടൂർ ബാസി നടന്റെ വളർച്ചയാണ് സൂചിപ്പിക്കുക. ഇന്നും മലയാളികൾ മറക്കാനാവത്തില്ല. ഞാനാ പറയുന്നത്, നഷ്ടമടക്കാനേ ഞാനാണ് പറയുന്നത്. എന്റെ പൊന്നുകുട്ടാ ചവിട്ട് അച്ചു പേടിച്ചു മാറുമെന്ന് നീ വിചാരിച്ചോ? ഇല്ല, നിന്റെ ചവിട്ടുകൊണ്ട് എനിക്ക് മരിക്കണവിടാ. ചവിട്ടാ കേശവ, ചവിട്ട്. കുട്ട എന്റെ പൊന്നു കുട്ട, നീ കരയാണോ? നിന്റെ കണ്ണുനീരാണോ എന്റെ നെഞ്ചു വീണത്? ആനയ്ക്കൊരുമേലും അദ്ദേഹം ഒരു ആനപ്പാപ്പാനോട് ചെയ്തിരുന്നു. അതിൽ അദ്ദേഹത്തിൻ്റെ ആ ആനയുടെ തുമ്പയ്ക്ക് വരുന്ന കുറേ ഇൻഫെക്ഷനൊക്കെ ആയിട്ട് വന്നിരുന്നു. അദ്ദേഹം കഥാപാത്രത്തിനുണ്ട് എന്ത് പെർഫെക്ഷൻ എടുക്കാനും ഒരു ബുദ്ധിമുട്ടാനും അദ്ദേഹത്തിന് മടിയില്ല. രാപകലേത് തന്നെ അദ്ദേഹം മലയാള സിനിമയ്ക്ക് വേണ്ടി പണിയെടുത്തു. പിന്നെ പിശുക്കനാന്നൊരു പേര് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് ചുമ്മാ പറയുന്ന കാര്യം. ചെറുപ്പകാലത്ത് അച്ഛൻ മരിച്ച് അമ്മയുടെ ചെറിയ കുടുംബം പറമ്പിൽ നിന്ന് വരുമാനം കൂടി ജീവിച്ചു വന്ന സ്ഥിതിക്ക് പൈസയുടെ വില അറിയാം. പക്ഷെ ആവശ്യത്തിന് ചിലവാക്കും, ആഡംബരത്തിന് ചിലവാക്കില്ല അദ്ദേഹം ഏതെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബ ക്ഷേത്രം വെങ്ങാനൂർ അമ്പലം പണിത് കൊടുത്ത് കിണറ് പണിത് കൊടുത്ത് എല്ലാം അദ്ദേഹം പൂജയുടെ ഷൂട്ടിങ്ങിൻ്റെ തിരക്കിടക്കിൽ അമ്പലത്തിൽ വരുവാൻ അദ്ദേഹം. അപ്പം ആവശ്യത്തിന് പൈസ ചിലവാക്കും. ഒരുപാട് പൈസ അദ്ദേഹം ഒരുപാട് പേർ കൊടുത്തിട്ടുണ്ട്, അദ്ദേഹം ഒന്നും തിരിച്ചു ചോദിച്ചിട്ടില്ല. പക്ഷെ ആവശ്യമില്ലാത്തടത്ത് അദ്ദേഹം പൈസ ചിലവാക്കത്തുമില്ല. പിന്നെ ഈ ഡ്രസ്സുകളൊക്കെ അദ്ദേഹം ഉദ്ഘാടനത്തിന് പോകാനായിട്ട് പോകുമ്പോൾ പൈസ പിടിക്കുക, അവരുടെ അടുത്ത് ഡ്രസ്സ് എടുത്താൽ അങ്ങനെ വിലപിടിപ്പുള്ള ഡ്രസ്സുകൾ അദ്ദേഹത്തിന് കിട്ടുമായിരുന്നു. വേറെ പ്രത്യേകത ഗൾഫ് ഷോ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനം ഈ ഗൾഫ് ഷോ തുടങ്ങുന്നത്. ഗൾഫ് ഷോയിൽ അദ്ദേഹം മലയാളത്തിലെ പ്രശസ്തരമായ ഈ സാമ്യമകന്ന ഉദ്യാനമേ കവിതകളും മറ്റ് നാടൻ കവിതകളും ഒക്കെ എടുത്ത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമായിരുന്നു. അതിൽ ഈ ഇരയിമ്മൻ തമ്പിയുടെ സാമ്യമകന്ന ഉദ്യാനം എന്ന കഥകളിപ്പാട്ട് അറബികൾക്ക് വളരെ ഇഷ്ടമായിരുന്നു. അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അതാണെങ്കിൽ കഥാപ്രസംഗം, അതൊരു കഥാപ്രസംഗം എല്ലാവർക്കും മനസ്സിലാകുമ്പോഴേ അതിൻ്റെ ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷും ചെയ്യും. അതൊക്കെ ഇഷ്ടംപോലെ കാസറ്റുകൾ വിറ്റഴിയാണ്. അങ്ങനെ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ അദ്ദേഹം ഗൾഫ് മേഖലയിൽ അദ്ദേഹത്തെ കൊണ്ട് സ്പോൺസേഴ്സ് സമ്പാദിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഒന്നും സൂക്ഷിച്ചില്ല. ഇത് മരിച്ചപ്പോൾ എങ്ങനെ പോയെന്ന് അറിയത്തില്ല. അദ്ദേഹം കിഡ്നി അസുഖം വന്നാണ് അദ്ദേഹം മരിച്ചത്. അദ്ദേഹം മരിച്ചപ്പോൾ നിയമസഭ കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിയമസഭ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു നിമിഷം മൗനമായി ആചരിച്ചതും ഒരു നടൻ്റെ മരണം നിയമസഭയെ അനുശോചിക്കുന്ന ആദ്യം മരിച്ച സമയത്ത് തന്നെ ദൂരദർശൻ ആ വാർത്ത പ്രക്ഷേപണം ചെയ്തത്. പ്രേമത്തിന് ശേഷം ആൾ ഇന്ത്യ റേഡിയോ ഈ മരണ വാർത്ത ചെയ്യുന്നതും അടൂർ ബാസിക്ക് വേണ്ടിയിട്ടാണ്. അദ്ദേഹം VJT കളി കൊണ്ടുവന്ന് ഗവൺമെൻറ് എല്ലാ രീതിയിലും അദ്ദേഹത്തെ പൂർണ്ണമായ ഔദ്യോഗിക സംസ്കാരത്തിലുള്ള അടക്കി. അങ്ങനെ മലയാള സിനിമയിൽ ചിരിയുടെ തമ്പുരാൻ വിടവാങ്ങി. ചിരി മാത്രമല്ല, കണ്ണുനീർ കൊണ്ടും പാട്ടുകൾ കൊണ്ടും
മലയാള സിനിമയെ സമ്പന്നമാക്കി അടൂർ ബാസി. ഇന്നും നമുക്ക് അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളൊക്കെ കാണുമ്പോൾ അദ്ദേഹം പാട്ടുപാടി അഭിനയിച്ചതും അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത സിനിമകളും എല്ലാം വ്യത്യസ്തങ്ങളെ പ്രമേയങ്ങളായിരുന്നു അദ്ദേഹം ചെയ്തത്. അപ്പോൾ അദ്ദേഹം മലയാള സിനിമയിൽ ഇന്ന് നമ്മൾ മറക്കാൻ പറ്റാത്തൊരു അടൂർ ബാസി. എന്തുകൊണ്ടും ഒരു കോമഡി നടനായിട്ട് വന്ന് ഒരു രാഗം എന്ന സിനിമയിൽ അദ്ദേഹമാണ് നായകൻ. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അദ്ദേഹം ഹിന്ദിയിലെ അനുരാഗ് എന്ന സിനിമയാണ്. ഒരു മുത്തച്ഛൻ്റെയും ചെറുമകൻ്റെയും കഥയാണ്. ചെറുമകന് ക്യാൻസർ ആണെന്ന് പറഞ്ഞിട്ട് ശാരദയാണ് മകളായിട്ട് അഭിനയിക്കുന്നത്. അപ്പം ഡോക്ടർ പറയും കുറച്ച് നാളെ ജീവിച്ചിരിക്കുന്നുള്ളൂ. അപ്പം മകൻ്റെ ബർത്ത്ഡേ കുറച്ച് ദൂരമാണെങ്കിലും പെട്ടെന്ന് ആഘോഷിക്കുകയാണ്. അങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കും കണ്ണീന്നിടയ്ക്ക് പിടിച്ചുകൊണ്ട് സന്തോഷം കൂട്ടുകാർ വെച്ച്. അപ്പോൾ ഈ ബർത്ത്ഡേ ആഘോഷങ്ങളിലേക്ക് ഒരു കൂട്ടുകാരൻ പറയും, ഇന്ന് നിന്റെ ബർത്ത്ഡേ അല്ല മോനെ, ഇത് നീ മരിച്ചു പോവും എന്നീ കുട്ടി അറിയുന്നതും അപ്പൂപ്പനോട് ചോദിക്കുന്ന അപ്പൂപ്പൻ തകർന്നു നിൽക്കുന്ന രംഗമുണ്ട്. ഇന്നും രാഗം എന്ന സിനിമ അടൂർ ബാസിയുടെ സിനിമയാണ്. ഇന്നും നമ്മൾ ഒരിക്കലും അദ്ദേഹത്തെ ലക്ഷ്മി മോഹനുണ്ട് ഈ മകൻ മരിച്ചിട്ട് ആ കണ്ണ് ലക്ഷ്മി കൊടുക്കുന്നതും അങ്ങനെ തൻ്റെ മകൻ കൊച്ചുമോൻ്റെ കണ്ണ് അടുത്ത തലമുറയെ കണ്ട് തൃപ്തി അടയുന്ന ഒരു മുത്തച്ഛൻ്റെ റോളാണ് അദ്ദേഹം ചെയ്തത്. അത് നമ്മൾ ഒരിക്കലും മറക്കത്തില്ല. അപ്പൂവൻ പറഞ്ഞ ചിലപ്പോ അപ്പൂവൻ പാടിപ്പോവും. അയലോകക്കാരെല്ലാം കൂടെ കൊണ്ടുവന്ന് കേസും കൊടുക്കും. എന്നെ രക്ഷിക്കാൻ വേണ്ടിയെങ്കിലും മോളൊന്ന് പാടും. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കോ? അയ്യോ, അത് ക്യാൻസറിന് ചികിത്സിക്കുന്ന സ്ഥലമല്ലേ? അതെ. ജയൻ എന്തായി പറയുന്നത്? ബാബുവിന്റെ രക്തം എന്തിനാ അങ്ങോട്ട് അയച്ചത്? ജയൻ, ജയൻ, ക്ഷമിക്കൂ ജയൻ, ഞാൻ അറിയാതെ എന്തോ പറഞ്ഞു. നമ്മുടെ ബാബുവിന്റെ കാര്യം എന്താ ജയൻ? പറയൂ, പറയൂ. അങ്ങനെ ഏത് രീതിയിലും അടൂർ ബാസി ഒരു ഹാസ്യം നിറഞ്ഞ രീതിയിൽ മാറ്റിവെക്കാൻ പറ്റുന്ന നടനല്ല. എവിടെ ചെയ്യുന്നുവോ, ശ്രീലത ചേച്ചി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ചെയ്യുന്ന കോമഡി രംഗങ്ങൾ, കോമഡി ഒന്ന് പറയും അന്നേരം ആയിരിക്കും സിറ്റുവേഷൻ ഉണ്ടാക്കുന്നത്. ഇവർ കൗണ്ടർ പറയാൻ ചിലപ്പോൾ മറന്നു. അദ്ദേഹം ഇപ്പൊ റിഹേഴ്സലിൽ കാണിക്കുന്ന ആയിരിക്കത്തില്ല ടേക്കിൽ കാണിക്കുന്നത്. കൂടെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളെ വിസ്മയിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഇംപ്രൂവ് ചെയ്ത് ഡയലോഗുകൾ പറയാനും ഒക്കെ കിട്ടണം. അങ്ങനെ സ്വതസിദ്ധമായി അച്ഛൻ്റെയും അപ്പൂപ്പൻ്റെയും ഒക്കെ ഒരു വാസന പിന്തുണ മലയാള സിനിമയിലെ ഒരു വ്യത്യസ്തനായ ഒരു താരമാണ് അടൂർ ബാസി. അടൂർ ബാസിക്ക് പകരം അടൂർ ബാസി മാത്രം വേറെ ആരുമില്ല.